ഉള്ള വീഡിയോ ഒന്ന് കാണണേ. എന്ത് സിമ്പിളായിട്ടാണ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. ഒരു ജാർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഈച്ചകളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് അത് അടച്ചു വെക്കുന്നു. നല്ലൊരു പരീക്ഷണമാണ്. ജീവിതത്തിൽ വലിയ പാഠം നൽകുന്ന പരീക്ഷണമാണേ. അങ്ങനെ ജാർ അടച്ചു വെക്കുന്നു. അങ്ങനെ മാറ്റി വെക്കുകയാണ്. ഒരു 3 ദിവസത്തേക്ക് അങ്ങനെ തന്നെ മാറ്റി വെക്കുന്നു. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് വന്നിട്ട് ആ ജാറിൻ്റെ അടപ്പ് തുറക്കുകയാണ്. അങ്ങനെ അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒറ്റ ഈച്ചയും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്ഭുതത്തോടുകൂടെ ഈ പരീക്ഷണം നടത്തുന്ന സയൻറ്റിസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ശരിക്കും ആ ഗ്ലാസ് തന്നെ ഒഴിവാക്കിയാൽ പോലും ആ ഗ്ലാസിൻ്റെ പൊക്കത്തിലേക്കല്ലാതെ ആ ഈച്ചകൾ പറക്കുന്നില്ല. പിന്നീട് ആ ഈച്ചകളുടെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം അതുപോലും അങ്ങനെ പറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് സത്യത്തിലൊരു പരീക്ഷണമാണെങ്കിലും മനുഷ്യൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യർ നിങ്ങൾക്ക് ഇത്രയേ പറ്റൂ എന്നൊരു പ്രത്യേക ഒരു ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ചെയ്യൂ, അതിൻ്റെ മേലേക്ക് വളരില്ല. അതാണ് പലപ്പോഴും ബിസിനസ്സിൽ, പഠനത്തിൽ, കോളേജിലൊക്കെ പ്രശ്നമുണ്ട്. ബിസിനസ്സിൽ ഒരേ ടീമാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സെയിൽസിൽ ഒരു പ്രത്യേക ടീം മാത്രം 10 വർഷം നിൽക്കുകയാണെങ്കിൽ അവരുടെ സെയിൽസ് പെർഫോമൻസ് മാക്സിമത്തിൽ അവിടെ നിൽക്കും. ഇത്രയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ആളെ കൊണ്ടുവന്നിട്ട് അതിനേക്കാൾ വലിയ പെർഫോമൻസ് കാണിച്ചാൽ മാത്രമേ ഇവരും വളരൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതാണ് സബ് കോൺഷ്യസിൽ ഉണ്ടാവുക. തീരെ പഠിക്കാത്ത കുട്ടികൾ മാത്രമുള്ള ക്ലാസ് റൂമിൽ ഒരിക്കലും ഇത്രയാണ് ഇവിടുത്തെ പഠിപ്പ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പകരം നന്നായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പറ്റുമെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സബ് കോൺഷ്യസിനെ സ്വാധീനിക്കുന്നത് എന്ന് പഠിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു മാത്രം. മനുഷ്യൻ്റെ അപാരമായ പൊട്ടൻഷ്യൽ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.